രാധസിസ്റ്റർ എന്നാണ് ഈ സിസ്റ്ററിന്റെ പേര്. എനിക്കറിയാം കേട്ടോ. ഒരു കൂട്ടം സൗഖ്യത്തിന്റെ സാക്ഷ്യവുമായിട്ടാണ് ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. ഈ സിസ്റ്റർ പറയുന്നത് 5 വർഷമായിട്ട് സിസ്റ്ററിന് നടക്കാൻ കഴിയാതെ മുടന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം മുടന്നുണ്ടായിരുന്നു. ഞാൻ ഓഗസ്റ്റില് ഡെലിവറി ക്യാമ്പിന് പങ്കെടുത്തായിരുന്നു. അപ്പോൾ ബ്രദർ ഞാൻ മുടന്നുണ്ടോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവളുടെ ചേട്ടൻ എന്നെ കളിയാക്കാറുണ്ടോ, മോഹൻലാൽ കളിക്കുവാന്ന് പറഞ്ഞ. എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ 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 ഓക്കെ. അതിനുശേഷം മുടന്നു മാറിപ്പോയി. മുടന്നില്ല ഇപ്പോ. ഇല്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് കൈയടിക്കാത്ത എന്താ? ഫുൾ ഹിസ്റ്ററി എനിക്ക് ഓർമ്മയില്ല. എങ്ങനെയാ ചേച്ചിക്ക് മുടന്നുണ്ടായത്? എങ്ങനെയാ? കാല് നേരത്തെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 21 വർഷം മുന്നേ എന്റെ കാലിന് മുട്ടിന് വെള്ളം കെട്ടുന്ന ഓപ്പറേഷൻ ചെയ്തേക്കുമായിരുന്നു. എനിക്ക് കട്ടിയായ പണികളൊക്കെ എടുക്കുമ്പോ പിന്നെ ഒരു 1-2 മാസത്തേക്ക് എനിക്ക് കാല് മടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഓപ്പറേഷനെ തുടർന്നുണ്ടായാണ് ഈ മുടന്ത്. അതെ അതെ. ഇപ്പൊ ഒരു 5 മാസമായിട്ട് പൂർണ്ണമായിട്ട് എന്റെ കാല് മടക്കാൻ പറ്റത്തില്ലായിരുന്നു. അന്നേരമാണ് ഞാൻ ഡെലിവറി ക്യാമ്പിന് ഓഗസ്റ്റിൽ പങ്കെടുക്കുന്നത്. വന്നായിരുന്നു ഞാൻ. അന്നേരം ബ്രദർ പ്രാർത്ഥിച്ചു. 5 മാസം തീരെ മടക്കാൻ പറ്റത്തില്ലായിരുന്നു. 21 വർഷം മുമ്പ് ഓപ്പറേഷൻ കഴിഞ്ഞതാ. അതെ അതെ. ഇപ്പൊ കാല് മടക്കാം. 5 വർഷം. 5 വർഷം അല്ലെ? 5 വർഷമായിട്ട് മടക്കത്തില്ലെന്നാണോ? 5 വർഷമായിട്ട് മുടന്നുണ്ട്. 5 വർഷമായിട്ട് മുടന്നുണ്ട്. കട്ടിയുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ കാല് മടക്കി തൂമ്പാപ്പണിയൊക്കെ എടുക്കുമ്പോഴാണെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നിങ്ങളെന്താ അനങ്ങാതിരിക്കുന്നേ? ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡെലിവറൻസ് ക്യാമ്പിന് ഞാൻ പ്രാർത്ഥിച്ച് ഇന്നത്തെ പോലെ ഓർമ്മിക്കുന്നുണ്ട്. കർത്താവ് ചെയ്ത അത്ഭുതത്തിന് ഒന്ന് ചേർന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ചേച്ചിക്ക് ഇവിടെ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇവിടെ തേയ്മാനമായിരുന്നു. അടുത്ത ദിവസം ഈ മാസം 10-ാം തീയതി എന്നെ പട്ടി അടിച്ചായിരുന്നു. അപ്പോൾ 9 ഇഞ്ചക്ഷൻ എടുത്തു. എല്ലാം ഈ വലിയ നെല്ലിക്കാട് അത്രയും 2 കയ്യേലും ഉണ്ടായിരുന്നു. അത് ഇന്നലെ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കയ്യേലത്തെ കാലിലങ്ങ് ഇറങ്ങിപ്പോയി. ഈ കയ്യേലത്തെ കയ്യേല് മാത്രം അങ്ങ് ഇറങ്ങിപ്പോയി. മാറിപ്പോയി. കയ്യിലും ഒക്കെ ഇറങ്ങിപ്പോയി. കയ്യിൽ ബോള് പോലെ കിടക്കുമായിരുന്നു. ഇഞ്ചക്ഷൻ ചെയ്തത്. കർത്താവ് നന്ദി പറഞ്ഞേ കർത്താവിന്. ആമേൻ. കർത്താവ് ചേച്ചിയുടെ, ഞാൻ ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് കാണുന്ന ഈ നമ്മുടെ ഈ തോളിൻ്റെ എല്ല് ഒരു കപ്പ് പോലുള്ള സ്ഥലത്തായിരിക്കുന്നത്. ആ കപ്പ് പോലുള്ള സ്ഥലത്തിന് ഒരു തേയ്മാനമുണ്ട്. ആ കപ്പ് പോലുള്ള സ്ഥലം കർത്താവ് പുതുതാക്കാൻ പോവുക. ഇവിടെ ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. റസലിയാം തലബ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ. അത് നിമിത്തം നിങ്ങളുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ട്. ആ മുട്ടിലോട്ടൊന്ന് കൈവശേ. ഷാനിയോ തുലുബ സാലിയോ തുനുബ സക്കറോറിയാത റാസുലിയോ തുബ റാം തലബറക്കബ. ചേച്ചി, ഈ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തുവാ അവിടെ? മുഴ ഇപ്പോഴും ഉണ്ടോ അവിടെ? ചെറുതായിട്ടുണ്ട്. അതിൽ ലിഫ്റ്റ് കയറുന്ന അല്ല സ്റ്റെപ്പ് കയറുന്നതിൻ്റെ ആയിരിക്കും. ചേച്ചി, മുഴയല്ല നിങ്ങൾ വിചാരിക്കുന്നത് മാംസത്തിന്റെ മുഴയാന്നോ? അല്ല, ഈ ചേച്ചിയുടെ ഈ എല്ല് പുറത്തോട്ട് തള്ളിയിരിക്കുക. ഇന്ന് മുഴ എന്നാ പറയുന്നത്. ആ മുഴയുള്ള തൊളിയും തൊട്ട് നോക്കിയിട്ട് അപ്പം മനസ്സിലാവും നിനക്ക്. അതായത് നമ്മുടെ ഡിസ്കിന്റെ ഒരു പലക കുറച്ച് പുറത്തോട്ട് തള്ളിയായിരിക്കുന്നേ. അത് മുഴയല്ല, എല്ല. അവർ പറയുന്നത് മുഴയാന്നാ. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ആ എല്ല് പഴയ പൊസിഷനിൽ വന്ന് നിങ്ങൾ ആരോഗ്യം പ്രാപിക്കാനായിട്ടോ. എന്നാൽ കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. എൻ്റെ കാരണം നമ്മുടെ ഈ ഭാഗത്തെ ഒരു ഹിപ്പാണ് ഇവിടെ നിന്ന് അകത്തോട്ട് തള്ളിയിട്ട് സൈഡിലോട്ടായിപ്പോയി. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് കർത്താവ് ആ പൊസിഷനിലേക്ക് ഇതിനെ കൊണ്ടുവരുമെന്ന്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചു. കർത്താവ് ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ. അവിടെ കൈ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് സ്റ്റോർ ആകട്ടെ. ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ. Right now the name of Jesus. നിങ്ങൾ മരം ചുമക്കുകയോ ചുള്ളി ചുമക്കുകയോ നിങ്ങളൊക്കെ ചെയ്യുമായിരുന്നോ? ചുമക്കുമായിരുന്നു. ചുള്ളിയായിട്ട് എവിടെയെങ്കിലും പോയി മറിഞ്ഞു വീഴുവോ? കാലിലൊരു ഓപ്പറേഷൻ കൂടെ ചുള്ളിയായിട്ട് വീണിട്ടുണ്ട്. കാരണം ഒരു കുറെ ചുള്ളിയായിട്ട് എവിടെ നോക്കിയോ ഇറങ്ങി വരുന്ന എനിക്ക് കാണാം. ചേച്ചിയുടെ ആ കാലിനുണ്ടായ ബുദ്ധിമുട്ട് കാരണം ചേച്ചിക്ക് ഇപ്പോഴും കാല് ഉറച്ചു വെക്കാൻ പ്രയാസമാണ്. ഉറച്ചു വെക്കാൻ പറ്റത്തില്ല. ഒരു 1.5 ഇഞ്ച് കുറവുള്ളതുപോലെ. ഈ ഒരു മുട്ട് നേരത്തെ ഒരു 20 വർഷം മുന്നേ ഓപ്പറേഷൻ ചെയ്യായിരുന്നു. അപ്പം ഇത്രയും എല്ലാം തീർന്നു പോയെന്നാണ് ഹോസ്പിറ്റലിൽ പറഞ്ഞത്. സിമ്പിളായിട്ടാണോ ഇതൊക്കെ പറയുന്നത്? അതെന്തൊക്കെയോ വെച്ച് നിറച്ച് വെച്ചേക്കുന്നത്. ഞാനും ഓരോ ദിവസം ഇങ്ങനെ കർത്താവിനെ വിളിച്ച് പിന്നെ സിസ്റ്ററൊക്കെ വിളിച്ചിങ്ങനെ വേദന അങ്ങ് മാറി നടക്കും. ഇത്രയൊക്കെ കുറഞ്ഞിരിക്കുക, പക്ഷെ എന്തൊക്കെയാ നിറച്ച് വെച്ചേക്കുവാന്ന് എന്തുവാന്നോ പറയുന്നത് ദൈവത്തിന് മാത്രം അറിയാം.
ചേച്ചിയുടെ ആ ഒടിഞ്ഞ അസ്ഥികൾക്കുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഇന്നതോടെ തീരുക. നിങ്ങൾ നേരത്തേക്കാൾ നന്നായി ജോലി ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങളുടെ കാലുകളിൽ ബലം ഉണ്ടാവും. ഇന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. യേശുവേ അങ്ങയുടെ അത്ഭുത സാന്നിധ്യം തൊടട്ടെ. അപ്പോൾ 2 മുട്ടിലേക്ക് ഒന്ന് കൈവച്ചേ. പ്രത്യേകിച്ച് ചേച്ചിക്ക് ഇടത്തെ കാലിലൊരു മുടന്തുണ്ട്. ഇതിന് കൂടെ വന്ന ആരെങ്കിലും ഉണ്ടോ? ഇതിന്റെ കൂടെ വന്ന ആരെങ്കിലും ഇദ്ദേഹത്തിന് മുടന്തുള്ളതായിട്ട് അറിയാവോ? നടക്കുന്നത്. അന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ മുമ്പ് ഒന്ന് എടുക്കടിത്തോളി, എന്നിട്ട് പ്രാർത്ഥിക്കാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ചേച്ചി ഒന്ന് നടന്നേ, ഞങ്ങളൊന്ന് കാണട്ടെ. ആ വണ്ടി ഇങ്ങനെയാ പോകുന്നത് അല്ലേ? വാ വാ അങ്ങോട്ട് പോ. ഇതെവിടെ കിട്ടിയോ? അങ്ങോട്ടും കൂടെ നടന്നേ. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും അത്ഭുതം നടന്നാൽ കാണണ്ടേ അതെന്താന്ന്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. വാ. അര കുറവാ, ഒരു സൈഡ് കുറവാ. മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞല്ലേ പരസ്പരോട്. അന്നേരം ഞാനും ഈ മുട്ടുമുടക്കി ഞാൻ ഇതുവരെ നിന്നിട്ടില്ല, കുറേ വർഷങ്ങളായി. അപ്പം ബ്രദർ പറഞ്ഞപ്പോൾ ഞാൻ മുട്ടുകുത്തി അവിടെ നിന്നായിരുന്നു. നിനക്കഞ്ഞി മുട ഇവിടെ വരുമ്പോഴും നിനക്കഞ്ഞി മുടന്നുണ്ട്. ഈ 2 ദിവസം മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോൾ മുട്ട് മടക്കാറായതാ. സോളി വാ, മുട്ടിലോട്ട് കൈവേ. ചേച്ചിയുടെ കാല് നീളാൻ പോവാ. ഒന്ന് കൈ അടിച്ചൊരേ ആമേൻ പറഞ്ഞു. ഇവരുടെ മുടന്ത് മാറി എന്ന് ഇവരുടെ ചുറ്റുമുള്ള ആളുകൾ കണ്ട് സാക്ഷ്യപ്പെടുത്താൻ യേശുവിന്റെ അത്ഭുത കാര്യം എന്ന് ചലിക്കട്ടെ. ചേർന്ന് കൈയടിച്ചൊരു ആമീൻ പറഞ്ഞു. യേശുവേ, ഞാനിത് പറയുമ്പോൾ ഈ ചേച്ചിയുടെ ഇടത്തെ കാലിൽ ഒരു വലിയുന്ന അനുഭവം അവർക്ക് ഉണ്ടാകുന്നുണ്ട്. കർത്താവ് ഞങ്ങളുടെ ശക്തി ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. പറയുന്നോണേ റാഖസലിയാന്തലബ. അവർ എഴുന്നേറ്റോളം പറ, അവർ നടന്നോളാം നോർമലായിട്ട്. ഒന്ന് കാണട്ടെ എന്തായാലും. ഇനി ഗ്യാസലി കൊറോക്കസലിയാതലബ. ഇവര് നടക്കുന്നില്ല, വല്ല വ്യത്യാസമുണ്ടോ? ഞാൻ ചോദിച്ചാ വലിച്ചില് പോയോ? വലിച്ചിലില്ല, ഒരു സൈഡ് കറക്റ്റായി. മോഹൻലാല് കളിച്ചാ നടക്കുന്നില്ല. മോഹൻലാല് കളിച്ചാ കളിക്കുന്നു. എന്നൊക്കെയോ ഡയലോഗ്. എന്റെ ഭർത്താവ് എന്നും പറയും, ഓ നീ മോഹൻലാലിനെ അനുകരിക്കുന്നതായിരിക്കും, അല്ല നീ ഒന്ന് നേരെ നടക്കുന്നു. അങ്ങനെ പറയാ. പിന്നെ എന്തായാലും മോഹൻലാൽ അനുകരിക്കുന്നു നിന്നു. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. ചേച്ചി അടുത്ത മാസം വന്ന് ഇത് സാക്ഷ്യം പറയണം കേട്ടോ. അതുപോലെ ഈ സിസ്റ്റർ പറയുന്നത് യൂട്രസിൽ മുഴയുണ്ടായിരുന്നു, ബ്ലഡ് ആവശ്യത്തിലില്ലായിരുന്നുകൊണ്ട് സർജറി ചെയ്താലും രക്ഷപ്പെടത്തില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ആ അവസരത്തിൽ ഈ സിസ്റ്റർ പറയുന്നത് കോൾ സെന്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, അത് പൂർണ്ണമായിട്ട് സൗഖ്യമായി എന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുന്നത്. യൂട്രസിലെ മുഴ മാറി, അതുപോലെ മുടന്തു മാറി. വേറൊരു കാര്യം കൂടി പറയുന്നു, പശുവിന് അകിടുവീക്കം ഉണ്ടായിരുന്നു, അത് പ്രാർത്ഥിച്ചപ്പോൾ അതും സൗഖ്യമായി എന്നാണ് പറഞ്ഞത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച. സത്യമാണോ ചേച്ചി? അതോ നിങ്ങൾ വല്ല പൈസ തന്നിട്ട് പറയുവാണോ? പൈസ തന്നിട്ടൊന്നും അല്ല, പൈസ തന്നിട്ടല്ല. എനിക്ക് യൂട്രസിൽ ബ്ലഡ് ഇല്ലായിരുന്നു, കുറവായിരുന്നു. അപ്പോൾ സർജറി നടക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ 2022 മാർച്ച് 5-ാം തീയതി എന്നെ അഡ്മിറ്റ് ചെയ്തായിരുന്നു. 22-ാം തീയതി വരെ എന്നെ അഡ്മിറ്റ് ചെയ്തിട്ട് എല്ലാ ദിവസവും ഡോക്ടറുടെ ചെക്കപ്പിന് വരുമ്പോൾ പറയും രക്ഷപ്പെടാൻ സാധ്യതയില്ല. തൊടുപുഴയായിരുന്നു. പറ്റുന്നില്ല, ബ്ലഡ് കയറ്റുന്നുണ്ട്, പക്ഷേ അത് അളവ് കൂടുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഓരോ ദിവസവും ഈ ഹോസ്പിറ്റലിൽ കട്ടിലേ കിടന്ന് ഞാൻ കോൾ സെൻ്ററിലോട്ട് വിളിക്കുമായിരുന്നു. അപ്പോൾ എന്നെ എനിക്ക് പ്രാർത്ഥിച്ചു. അവസാനം 21-ാം തീയതി ലാസ്റ്റ് പ്രാർത്ഥിച്ചു. 22-ാം തീയതി ഒന്നുകൂടെ ചെക്ക് നോക്കിയിട്ട് കോട്ടയത്തിന് വിടാമെന്ന് ഡോക്ടർ പറയുമായിരുന്നു. രക്ഷപ്പെടില്ല എന്ന് പറയുന്നു. കാരണം ബ്ലഡ് അത്രയും കുറവായിരുന്നു. 7 പോയിന്റ് ഉള്ളു, 4 പോയിന്റ് ഉള്ളായിരുന്നു. 4 പോയിന്റ് താന്നുകൊണ്ടിരിക്കുന്നു. ബ്ലഡ് കയറ്റുന്നുണ്ട്, പക്ഷെ അളവ് കൂടുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ കോട്ടയത്തിന് തന്നെ പോകണമെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, രക്ഷപ്പെടില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാനൊരു 6 വർഷം മുന്നേ എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ മരിക്കുമെന്നും വിശ്വസിക്കും. കാരണം എന്നെ വിളിച്ച ദൈവം വിശ്വസനാന്ന് ഞാൻ എപ്പോഴും ഞാൻ പറയുന്നു ഡോക്ടറോട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഓ കരുതും ദൈവമേ, നിന്റെ കരങ്ങളിൽ ഞാനിന്ന് സുരക്ഷിതനാണ്. ആ കൈ ഒന്നടിച്ചേ. കരുതും ദൈവമേ, നിന്റെ കരങ്ങളിൽ ഞാനിന്ന് സുരക്ഷിതനാണ്. സന്തോഷത്തോടെ പോയട്ടെ. അല്ല, അതുപോലെ തന്നെ ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. 52 മൊത്തത്തിന് 52 സ്റ്റിച്ച് ഉണ്ടായിരുന്നു.
അതിൽ ഹെർണിയയുടെ ഓപ്പറേഷന് 52 സ്റ്റിച്ച് ഉണ്ട്. അല്ല, 2 ഓപ്പറേഷനും കൂടെ ഒരുമിച്ചായിരുന്നു നടന്നത്. അപ്പോൾ ഹെർണിയയ്ക്ക് മാത്രം 16 സ്റ്റിച്ചും ബാക്കി യൂട്രസിൻ്റെയും ആയിരുന്നു. അപ്പോൾ ഈ ഹെർണിയയുടെ സ്റ്റിച്ച് ഒന്നും ഉണങ്ങുന്നില്ലായിരുന്നു. എന്നിട്ട് യൂട്യൂബിൽ ഞാൻ മെസ്സേജ് അയച്ചു. സോളി സിസ്റ്റർ അന്നേരം തന്നെ പ്രാർത്ഥിച്ചു. ഒരു ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മുറിവ് ഉണങ്ങുന്നില്ലായിരുന്നു. ഇങ്ങനെ കുഴിഞ്ഞിറങ്ങിയായിരുന്നു പഴുത്തിട്ട്. അത് ആ മുറിവുകൾ മാത്രം ഉണങ്ങാതെ. എന്നിട്ട് സോളി സിസ്റ്റർ യൂട്യൂബിൽ പ്രാർത്ഥിച്ചു, അതും സൗഖ്യം. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് സന്തോഷത്തോടെ പോയിട്ട്. അതായത് ഹെർണിയയുടെ മുറിവ് ഉണങ്ങി, ഓപ്പറേഷൻ ചെയ്തിട്ട് യൂട്രസിൽ മുഴയുണ്ടായിരുന്നു, ബ്ലീഡിങ് കാരണം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, അതിനൊരു വിടുതലുണ്ടായി. കഴിഞ്ഞില്ല. അടുത്തതെന്തുമായിരുന്നു? കാലിലെ മുട്ടിന് തേയ്മാനമായിരുന്നു. 21 കൊല്ലം മുമ്പ് ഓപ്പറേഷൻ ചെയ്തതാണ്. പിന്നീട് 5 മാസമായിട്ട് നടക്കാൻ പ്രയാസമായിരുന്നു. 5 വർഷമായിട്ട്. എന്നാൽ അതിനെ തുടർന്ന് മുടന്ത് പോലെ ആയിപ്പോയായിരുന്നു. കഴിഞ്ഞ ഡെലിവറൻസ് മീറ്റിങ്ങിന് വന്നപ്പോൾ അതും സൗഖ്യമായി. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ.